നമ്മൾ സുജൂദിൽ എന്താണ് പറയേണ്ടത്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്റുകളുണ്ട്, കേട്ട് പരിചയമില്ലാത്തതും ഉണ്ടാവും. ഇപ്പൊ സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ എന്റെ നാഥനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. അതല്ലെങ്കിൽ റുകൂഇൽ നിങ്ങൾ പറഞ്ഞ ആ പ്രാർത്ഥന സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന്. സുജൂദിനെ സംബന്ധിച്ച് വേറെയും ദിക്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. സുജൂദിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. മറ്റ് സമയത്തുള്ള അവസ്ഥകളെ പോലെയല്ല സുജൂദ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു സമയമാണ് സുജൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദാണ്. പ്രവാചകൻ പറയുകയാണ്, സുജൂദിൽ ഫജ്തഹിദൂ ഫിദ്ദുആ, നിങ്ങൾ ദുആയുടെ കാര്യത്തിൽ കൂടുതൽ അധ്വാനം കാണിക്കണം. സുജൂദിൽ ഫഖമിനുൻ മുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട സമയമാണ്. അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു അദ്ദുആ. റസൂലുള്ളാഹി പറയാണ്, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമ തന്റെ നാഥനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം വഹുവ സാജിദുൻ, അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ദുആ അധികരിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രവാചകൻ പല നിലക്കുള്ള ദുആകളും അതിൽ ചൊല്ലിയിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ കേട്ട ദുആക്ക് പുറമെ അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് ഒരു ദിക്റാണ്. അതേപോലെ തന്നെ സൗകര്യം പോലെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ തസ്ബീഹുകൾ എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇപ്പൊ പല ആൾക്കാരും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ നിസ്കാരം നബിയുടെ നിസ്കാരത്തോട് ഏറ്റവും സാദൃശ്യമായി ഞങ്ങൾ കാണുകയുണ്ടായി എന്ന് ചില താബിഈങ്ങൾ അല്ലെങ്കിൽ നബിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ആ നിസ്കാരത്തോട് ഏറ്റവും സാദൃശ്യമുള്ള നിസ്കാരമാണ് ഞങ്ങൾ കണ്ടത്. അദ്ദേഹം 10 തസ്ബീഹ് ചൊല്ലുന്ന സമയമൊക്കെ റുകൂഇലും അതേപോലെ തന്നെ സുജൂദിലും കഴിച്ചു കൂട്ടിയിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് സമയമുണ്ടെങ്കിൽ ഈ സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളതോ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നുള്ളതോ എത്ര സമയവും സുജൂദിൽ കടന്നുകൊണ്ട് പറയാവുന്നതാണ്. അതിനും പുറമെ നബി തിരുമേനി അതല്ലാത്ത മറ്റു പ്രാർത്ഥനകളും ഇതിനോടൊപ്പം നിർവഹിക്കാറുണ്ടായിരുന്നു. ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം, ഹനഫി മദ്ഹബ് പ്രകാരം നിസ്കാരത്തിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളത് മാത്രമേ ഫർള് നിസ്കാരത്തിൽ പറയാവൂ, സുന്നത്തിൽ വേണമെങ്കിൽ വേറെ പ്രാർത്ഥനകളും ചൊല്ലാമെന്നാണ്. പക്ഷേ മറ്റു മദ്ഹബിലെയും മറ്റു പ്രബലരായ പണ്ഡിതന്മാരും പറയുന്നത് ഫർള് നിസ്കാരത്തിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ചുകൂടാ എന്നൊന്നും പ്രത്യേകം വന്നിട്ടില്ലാത്തത് കൊണ്ട് ഏത് നിസ്കാരത്തിലും അങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ് എന്നാണ്. പ്രവാചകനിൽ നിന്ന് പല പ്രാർത്ഥനകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഫീ സുജൂദിഹി, നബി തിരുമേനി അവിടുത്തെ സുജൂദിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എന്റെ പാപങ്ങൾ മുഴുക്കെ പുറത്തു തരണമേ. ദിഖഹു വജില്ലഹു, അവയിൽ ഏറ്റവും നേരിയതും വജില്ലഹു, വലുതും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ തമ്പുരാനെ. വഅവ്വലഹു വആഖിറഹു, ഞാൻ ആദ്യം ചെയ്തതും അവസാനം ചെയ്തതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരണമേ. ഫഅലാനിയതഹു വസിറഹു, ഞാൻ പരസ്യമായി ചെയ്ത തെറ്റുകളുണ്ട്, ആരും അറിയാതെ രഹസ്യമായി ചെയ്ത തെറ്റുകളുണ്ട്, എല്ലാം നാഥ നിന്റെ മുമ്പിൽ ഇതാ തുറന്നു പറയുന്നു, നീ അത് എനിക്ക് പുറത്ത് മാപ്പാക്കി തരണമേ എന്ന് നബി സുജൂദിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകൻ രാത്രി നമസ്കാരങ്ങളിലൊക്കെ തഹജ്ജുദിലൊക്കെ സുജൂദിൽ ഒരുപാട് സമയം കിടന്ന് ഒരുപാട് പ്രാർത്ഥനകൾ പറയാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, തഫഖത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത ലൈല, ഒരു രാത്രി നബിയെ എന്റെ വിരിപ്പിൽ കാണാതായി. ഫതജസ്സസ്തു, ഞാൻ നബിയെ അന്വേഷിച്ചു. ഫവഖഅത് യദി, അപ്പോൾ എന്റെ കൈ സ്പർശിച്ചു പോയി അലാ ബത്നി ഖദമൈഹി, നബിയുടെ 2 ഉള്ളൻകാലിന്മേൽ. വഹുവ ഫിൽ മസ്ജിദി, റസൂലുള്ള പള്ളിയിൽ, വഹുമാ മൻസൂബത്താനി, ആ 2 കാലും കുത്തി നിർത്തി സുജൂദിൽ കിടക്കുകയാണ്. വഹുവ യഖൂൽ, നബി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് സുജൂദിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ നുഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ സനൈത അലാ നഫ്സിക. അല്ലാഹുവേ
ഇന്നി അഊദു, ഞാൻ നിന്നോട് ഇതാ രക്ഷ ചോദിക്കുന്നു, ബിരിളാക മിൻ സുഖ്തിക, നിന്റെ കോപത്തിൽ നിന്നും, നിന്റെ തൃപ്തിയാണ് ഞാൻ ആശിക്കുന്നത്, നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. പിന്നെ ഞാൻ അഭയം ചോദിക്കുന്നത് എന്തിനാണ്? നിന്റെ തൃപ്തിക്ക് വേണ്ടി. വബിമുആഫാതിക മിൻ ഉഖൂബതിക, നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. ഞാൻ ആശിക്കുന്നത് നിന്റെ പാപമോചനവും നിന്റെ സൗഖ്യവുമാകുന്നു. വഅഊദു ബിക മിൻക, നിന്നോട് ഞാനിതാ രക്ഷ ചോദിക്കുന്നു, മിൻക, നിന്നിൽ നിന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്നുള്ള ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നിലേക്ക് അഭയം കണ്ടെത്തുന്നു. ലാ ഉഹ്സി സനാഅൻ അലൈക, നിന്നെ പുകഴ്ത്തേണ്ടുന്നത് എത്രയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, അതിനെ ക്ലിഷ്ടപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. അൻത കമാ അസ്നൈത അലാ നഫ്സിക, നീ നിന്നെ എങ്ങനെയാണോ പുകഴ്ത്തിയിട്ടുള്ളതെങ്കിൽ അത്രയാണ് നീ. നിന്നെ പുകഴ്ത്തുവാൻ എന്നിൽ വാക്കുകളില്ല, അതിനെ കണക്കാക്കുവാൻ, എണ്ണി കണക്കാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നിങ്ങനെ പല പ്രാർത്ഥനകളും. അതേപോലെ തന്നെ അല്ലാഹുമ്മ ജഅൽ ഫീ ഐനി നൂറാ വഫീ ലിസാനി നൂറാ വഫീ സംഈ നൂറാ വഫീ ബസരി നൂറാ വഫീ യമീനി നൂറാ വഫീ ശിമാലി നൂറാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ നീ പ്രാർത്ഥിക്കാറുണ്ടായി. റബ്ബേ, എന്റെ കണ്ണിൽ നീ പ്രകാശം ചൊരിയണേ, എന്റെ ചെവി നീ പ്രകാശം ചൊരിയണേ. എല്ലാ അവയവങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിനോട് അവയെല്ലാം നിന്റെ പ്രത്യേകമായ കാവലിൽ സൂക്ഷ്മതയോടുകൂടെ നിന്റെ പ്രകാശം, തഖ്വയുടെ പ്രകാശത്തിൽ, ഈമാനിന്റെ പ്രകാശത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണമേ എന്നിങ്ങനെ വിവിധ അർത്ഥങ്ങൾ വരുന്ന ധാരാളം പ്രാർത്ഥനകൾ നബി തിരുമേനി സുജൂദിൽ അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണുന്നു.